Good morning students, I am Teslin Joseph. In this class I am discussing about sets, which is module 2 of numerical skills. What is meant by set? എന്താണ് ഈ സെറ്റ്? സെറ്റിനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. സെറ്റിൻ്റെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ കാണാം. ഒരു 3 കൊല്ലം പുറകിലേക്ക് എടുക്കുക. നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുക. അപ്പോൾ നിങ്ങൾ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങളുടെ ബാഗിലുള്ള books in your bag can be considered as a set. അപ്പോൾ എക്സാമ്പിൾ മനസ്സിലോർക്കുക. ബുക്സ് ഇൻ യുവർ ബാഗ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സെറ്റ്. അപ്പോൾ എന്താണ് സെറ്റ്? സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഇനി രണ്ടാമത് നമ്മൾ കാണുന്ന ടേം എന്താണെന്ന് വെച്ചാൽ എലമെൻറ്റ്സ് ഓഫ് സെറ്റ്. സെറ്റിലുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇൻഡിവിജ്വൽ ഒബ്ജക്ട്സ് ഇൻ സെറ്റ് ആർ കോൾഡ് എലമെൻറ്റ്സ് ഓഫ് സെറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കുക. ബുക്സ് ഇൻ യുവർ ബാഗ്. അപ്പോൾ അതിലെ എലമെൻറ്റ്സ് എന്തൊക്കെയായിരിക്കും? ഫിസിക്സ് ടെക്സ്റ്റ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഈ ബുക്സൊക്കെ ആയിരിക്കും അതിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുക. അപ്പോൾ എക്സാമ്പിൾ ഓർക്കുക, സെറ്റിൻ്റെ ഡെഫിനേഷൻ ഓർക്കുക. ഇനി എലമെൻറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ബാക്കിയുള്ള ഭാഗത്തെല്ലാം ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ നോക്കുക. കളക്ഷൻ ഓഫ് ഈവൺ നമ്പേഴ്സ്. എന്താണ് ഈ ഈവൺ നമ്പേഴ്സ്? ഈവൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യകളാണ്. ബിറ്റ്വീൻ 10 and 20. നമ്മളുടെ സെറ്റ് എന്താ? സെറ്റിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈവൺ നമ്പേഴ്സ് ബിറ്റ്വീൻ 10 and 20. അപ്പോൾ നമുക്ക് എലമെൻറ്റ്സ് ഓഫ് സെറ്റ് എഴുതാം. 10നും 20ക്കും ഇടയ്ക്കുള്ള ഈവൺ നമ്പേഴ്സാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഈവൺ നമ്പേഴ്സ്? 10 കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന ഈവൺ നമ്പർ ഏതാണ്? 12, 14, 16, 18. ഈ 4 എലമെൻറ്റ്സ് ആയിരിക്കും സെറ്റിൽ പ്രസൻ്റ് ആയിരിക്കുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ കളക്ഷൻ ഓഫ് ഫ്ലവർ ഇൻ എ ബൊക്കെ. ഒരു ബൊക്കയിലുള്ള ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻ. ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ആൻ എക്സാമ്പിൾ ഫോർ സെറ്റ്. ക്ലിയർ ആയില്ലേ? സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, സെറ്റിലുള്ള എലമെൻറ്റ്സ് എന്താണെന്നും മനസ്സിലാക്കി. ഇനി നമ്മൾ സെറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ് കാണുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് സെറ്റ്സ്. സെറ്റ്സ് ആർ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. സെറ്റ് സാധാരണ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ഇനി സെറ്റിലുള്ള എലമെൻറ്റ്സിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ഒരു എക്സാമ്പിൾ എഴുതുകയാണ്. സെറ്റ് എ ഈക്വൽ ടു എക്സ്, വൈ, വി, ബി, എൻ, എച്ച്. അപ്പോൾ ഇതെങ്ങനെ എഴുതിയിരിക്കുന്നതാണ്? നമ്മൾ കേളി ബ്രാക്കറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത് സെറ്റിലെ എലമെൻറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ. ഓരോ എലമെൻറ്റും തമ്മിൽ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുക. ക്ലിയർ ആയല്ലോ? ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്. എലമെൻറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ കാണുന്ന നൊട്ടേഷൻ, ഈ ഒരു നൊട്ടേഷൻ, ഇതെന്തിനായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഈ എലമെൻറ്റ് എക്സ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ ഓർ എക്സ് ബിലോങ്സ് ടു സെറ്റ് എ. അപ്പോൾ ഓർക്കുക, ഈ ഒരു നൊട്ടേഷൻ കാണിച്ച് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഈ എക്സ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ ഓർ എക്സ് ബിലോങ്സ് ടു എ. അങ്ങനെയാണെങ്കിലോ, ഇങ്ങനൊരു വര വരച്ച് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ. എക്സ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ ഓർ എക്സ് ഡസ് നോട്ട് ബിലോങ് ടു എ. നമ്മളൊരു എക്സാമ്പിൾ കാണുകയാണ്. ഇത് വൈ അല്ല, എ. എ ഈസ് എ സെറ്റ് ഓഫ് ഡേയ്സ് ഇൻ എ വീക്ക്. വീക്കിലുള്ള ഡേയ്സ് ഏതൊക്കെയാണ്? വീക്കിലുള്ള ഡേയ്സ് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ഇതൊക്കെയാണ് ഡേയ്സിലെ വീക്കിലുള്ള ഡേയ്സ്. ഇപ്പം മൺഡേ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ. കറക്റ്റ് അല്ലേ? ഇനി ജാനുവരി എന്ന് പറയുന്നത് സെറ്റ് എയിലെ എലമെൻ്റ് ആയിരിക്കുമോ? അല്ല. സോ ജാനുവരി ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ. ഈച്ച് എലമെൻറ്റ് ഈസ് റിട്ടൺ വൺസ്. ഇനി സെറ്റിൽ നമ്മൾ എഴുതുമ്പോൾ ഒരു എലമെൻറ്റ് ഒറ്റൊരു പ്രാവശ്യം മാത്രമേ എഴുതാറുള്ളൂ. 1, 2, 3, 4, 5. ഈ സെറ്റ് നോക്കുക, എല്ലാ എലമെൻറ്റ്സും ഒറ്റൊരു പ്രാവശ്യം മാത്രമല്ലേ എഴുതിയിട്ടുള്ളൂ. റിപ്പീറ്റേഷൻ നമ്മളിവിടെ നടത്താറില്ല സെറ്റിൽ എലമെൻറ്റ്സ് എഴുതുമ്പോൾ. ഇനി 6ാമത്തെ ഇതെന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് റെപ്രസെൻറ്റഡ് ബൈ എൻ. നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ എൻ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വോൾ നമ്പേഴ്സിന് W, ഇൻറ്റീജേഴ്സിന് I, റാഷണൽ നമ്പേഴ്സ് Q, റിയൽ നമ്പേഴ്സ് R. ഇത് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറയാം. ഓർഡർ ഓഫ് ആൻ എലമെൻറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അതായത് ഇവിടെ ഈ എക്സാമ്പിൾ നോക്കാം. 1, 2, 3, 4, 5. ഇത് തിരിച്ചെഴുതിയാലും വ്യത്യാസമൊന്നും വരുത്തുന്നില്ല. 5, 4,
3 2 1 അതേപോലെ തന്നെ ഇങ്ങനെ എഴുതിയാലും 5 2 3 4 1 ഇങ്ങനെ എഴുതിയാലും there is no difference between two. നമ്മളൊരു എക്സാമ്പിൾ കാണുകയാണ്. എക്സാമ്പിൾ 1, we are writing a set V of all vowels in the English alphabet. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 26 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ വവൽസ് ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു. നമ്മളൊരു സെറ്റ് എഴുതുകയാണ്. വി ഈക്വൽ ടു ഓൾ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. സോ എങ്ങനെയാണ് സെറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന? കേളി ബ്രാക്കറ്റ്സിൽ എഴുതുക. അതിൽ എലമെൻറ്റ്സ് ഏതൊക്കെയായിട്ട് വരും? എ, ഇ, ഐ, ഒ, യു. കേളി ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുക. ഇനി എക്സാമ്പിൾ 2, ദ set O of odd positive integers less than 10. It can be represented as set capital letter O വെച്ച് എഴുതുക equal to curly brackets. Odd positive integers 10ന് താഴെയുള്ളതാണ്. അപ്പോൾ എന്ത് വരും? 1 3 5 7 9. കേളി ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുക. ഇനി ഒരു എക്സാമ്പിൾ നിങ്ങൾ സ്വന്തം എഴുതുക. എന്താണ്? സെറ്റ് എ ഈക്വൽ ടു എന്താണ്? ലെറ്റേഴ്സ് ഇൻ യുവർ നെയിം. നിങ്ങളുടെ പേരിലുള്ള ലെറ്റേഴ്സിനെ ഒരു സെറ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ 3 നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? ദ ലെറ്റേഴ്സ് ഇൻ യുവർ നെയിം. സെറ്റ് എ ഈക്വൽ ടു ലെറ്റേഴ്സ് ഇൻ യുവർ നെയിം. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് എ സെറ്റ്. സെറ്റിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? സെറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ 3 ഡിഫറെൻറ്റ് വേവ്സ്: റോസ്റ്റർ ഓർ ടാബുലാർ ഫോം, ഡിസ്ക്രിപ്റ്റീവ് ഫോം, സെറ്റ് ബിൽഡർ ഫോം. ഫസ്റ്റ് മെത്തേഡ് നമുക്ക് നോക്കാം, ടാബുലാർ ഫോം. ഈ ഒരു രീതിയിലാണ് നമ്മൾ നേരത്തെ എക്സാമ്പിളിലെല്ലാം ചെയ്തത്. ഇൻ ടാബുലാർ ഫോം വി ആർ ലിസ്റ്റിംഗ് ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ് സെപ്പറേറ്റഡ് ബൈ കോമാസ് ആൻഡ് എൻക്ലോസ്ഡ് ഇൻ കേളി ബ്രാക്കറ്റ്സ്. അതായത് ടാബുലാർ ഫോമിൽ നമ്മൾ എല്ലാ എലമെൻറ്റ്സിനും എഴുതും. എങ്ങനെയാണ്? സെപ്പറേറ്റഡ് ബൈ കോമാസ്. ഇനി അതിനെ ഒരു കേളി ബ്രാക്കറ്റിനുള്ളിൽ വരുന്ന രീതിയിലായിരിക്കും എഴുതുന്നത്. ടാബുലാർ ഫോം ക്ലിയർ ആയില്ലേ? എലമെൻറ്റ്സിനെ നമ്മൾ കേളി ബ്രാക്കറ്റ്സിനുള്ളിൽ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. എക്സാമ്പിൾ എഴുതാം. എ ഈസ് എ സെറ്റ് ഓഫ് ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ്. ഏതൊക്കെയാണ് ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ്? 1 2 3 4 5. സോ വി ക്യാൻ റൈറ്റ് സെറ്റ് എ ഈക്വൽ ടു കേളി ബ്രാക്കറ്റ്സ് 1 2 3 4 5. ഒരു കാര്യം വിട്ടുപോകരുത്, എലമെൻറ്റ്സ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് കോമാസ് ഉപയോഗിച്ചിട്ടാണ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ബി, ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഈവൺ നമ്പേഴ്സ് അപ് ടു 50 വരെയുള്ള ഈവൺ നമ്പേഴ്സാണ് നമ്മൾ. എന്താണ് ഈവൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇരട്ട സംഖ്യകളാണ് 50 വരെയുള്ള ഈവൺ നമ്പേഴ്സ്. 50 ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ 2 4 6 8 എക്സെട്ര 50 വരെ. So we can write B equal to curly brackets 2 4 6 8 etc 50. ഓരോന്നും തമ്മിൽ എലമെൻറ്റ്സ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന കോമാസ് ഉപയോഗിച്ചിട്ടാണ്. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ C ഈക്വൽ ടു എ സെറ്റ് ഓഫ് പോസിറ്റീവ് ഓഡ് നമ്പേഴ്സ്. ഇവിടെ ഒറ്റ സംഖ്യകളാണ്, എത്ര വരെയെന്ന് പറഞ്ഞിട്ടില്ല. സോ വി ക്യാൻ റൈറ്റ് സെറ്റ് C ഈക്വൽ ടു കേളി ബ്രാക്കറ്റ്സ് 1 3 5 7 9 എക്സെട്ര. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ റെപ്രസെൻറ്റേഷനാണ്. സെറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രണ്ടാമത്തെ രീതിയാണ് ഡിസ്ക്രിപ്റ്റീവ് ഫോം. എന്താ ഡിസ്ക്രിപ്റ്റീവ് എന്നുള്ള വാക്കിൽ തന്നെ അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇവിടെ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എലമെൻറ്റ്സിനെ എഴുതുന്നത്. സെറ്റിലുള്ള എലമെൻറ്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതുന്നു. ഫസ്റ്റ് എക്സാമ്പിൾ തന്നെ എഴുതുക. എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ്. ഡിസ്ക്രിപ്റ്റീവ് ഫോം. അപ്പം നേരത്തെ എക്സാമ്പിൾ നോക്കുക. നിങ്ങൾ ഇതെങ്ങനെ എഴുതാം? എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ്. ഡിസ്ക്രിപ്റ്റീവ് ഫോം. രണ്ടാമത്തെ എങ്ങനെ എഴുതാം? ഡിസ്ക്രിപ്റ്റീവ് ഫോമിൽ ഈ എക്സാമ്പിൾ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഈവൺ നമ്പേഴ്സ് അപ് ടു 50. സി ഈക്വൽ ടു മൂന്നാമത്തെ എക്സാമ്പിൾ അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ഫോമിൽ എഴുതാം. സെറ്റ് ഓഫ് പോസിറ്റീവ് ഓഡ് നമ്പേഴ്സ്. അതാണ് ഡിസ്ക്രിപ്റ്റീവ് ഫോം. നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്നു. A equal to set of first 5 natural numbers. B equal to set of positive even integers less or equal to 50. C equal to set of positive odd numbers. ക്ലിയർ ആയില്ലേ? അപ്പോൾ രണ്ട് രീതിയിൽ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഏതൊക്കെയാണ്?
ടാബുലാർ ഫോമും രണ്ടാമത്തെ ഡിസ്ക്രിപ്റ്റീവ് ഫോമും. ഇത് രണ്ടും നമുക്ക് പരിചയമുള്ളതാണ്. മൂന്നാമത്തെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇറ്റ് ഈസ് സെറ്റ് ബിൽഡർ ഫോം. ഹിയർ elements are in set builder form, we are writing in symbolic form. നമ്മൾ സിംബോളിക് ഫോമിലായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം എല്ലാ സെറ്റിലുള്ള എലമെൻറ്റ്സിനെല്ലാം ഒരു കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക് കാണും. സോ ഇൻ സെറ്റ് ബിൽഡർ ഫോം വി ആർ റൈറ്റിംഗ് ഇൻ സിംബോളിക് ഫോം ദ കോമൺ ക്യാരക്ടറിസ്റ്റിക് ഷെയർഡ് ബൈ ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് ദി സെറ്റ്. മനസ്സിലായോ? അതായത് നമ്മളിവിടെ എഴുതുന്നത് സിംബോളിക് ഫോമിൽ എഴുതുകയാണ്. എല്ലാ എലമെൻസും ഷെയർ ചെയ്യുന്ന കോമൺ ക്യാരക്ടറിസ്റ്റിക്കിന് സിംബോളിക് ഫോമിൽ എഴുതുന്ന രീതിയാണ് എന്തു പറയുന്നത്, സെറ്റ് ബിൽഡർ ഫോം. എക്സാമ്പിൾ എഴുതാം. നേരത്തെ എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. എ ഈക്വൽ ടു എന്താണ്, എക്സ് എലമെൻറ്റ് ഓഫ് എൻ സച്ച് ദാറ്റ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. സെറ്റ് ബിൽഡർ ഫോമാണ്. അപ്പോൾ അതിൻ്റെ നേരത്തെ എക്സാമ്പിൾ ഒന്ന് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എ ഈക്വൽ ടു 1 2 3 4 5 ഇതേത് ഫോമിലാണ്, ടാബുലാർ ഫോം. ഓർ എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ് ഏത് ഫോമിലാണ്, ഡിസ്ക്രിപ്റ്റീവ് ഫോം. അങ്ങനെയാണെങ്കിൽ സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാം, എ ഈക്വൽ ടു കേളി ബ്രാക്കറ്റ് എഴുതുക, എക്സ് എലമെൻറ്റ് ഓഫ് എന്താണ്, നാച്ചുറൽ നമ്പേഴ്സ് സ്ലാഷ് ഇടുക സച്ച് ദാറ്റ് x less than or equal to 5. ക്ലിയർ ആയോ? ഇതാണ് എക്സ് എലമെൻറ്റ് ഓഫ് n സച്ച് ദാറ്റ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, സെറ്റ് ബിൽഡർ ഫോം. ഇനി സെക്കൻഡ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബി ഈക്വൽ ടു 2 4 6 8 50 ഏത് ഫോമിലാണ്, ടാബുലാർ ഫോം. ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഈവൺ നമ്പേഴ്സ് അപ് ടു 50 ഏത് ഫോമിലാണ്, ഡിസ്ക്രിപ്റ്റീവ് ഫോം. ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാം, ബി ഈക്വൽ ടു കേളി ബ്രാക്കറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എന്താണ്, ഈവൺ നമ്പേഴ്സ്, അതിനെ എന്ന് ഡിനോട്ട് ചെയ്യുക, സ്ലാഷ് ഇടുക സച്ച് ദാറ്റ് എക്സ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. ബി ഈക്വൽ ടു കേളി ബ്രാക്കറ്റ്സ് എക്സ് എലമെൻറ്റ് ഓഫ് ഇ സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഓർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50, സെറ്റ് ബിൽഡർ ഫോം. മൂന്നാമത്തെ നിങ്ങൾ പറഞ്ഞ എന്താണ്, ആദ്യം സി ഈക്വൽ ടു 1 3 5 7 9 എക്സെട്ര ഇതേത് ഫോമിലാണ്, ടാബുലാർ ഫോം. സി ഈക്വൽ ടു സെറ്റ് ഓഫ് പോസിറ്റീവ് ഓഡ് ഇൻറ്റീജേഴ്സ് ഇതേത് ഫോമിലാണ്, ഡിസ്ക്രിപ്റ്റീവ് ഫോം. ഇതിനെ ഇങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം. സി ഈക്വൽ ടു എക്സ് എലമെൻറ്റ് ഓഫ് ഓ സച്ച് ദാറ്റ് 0 ലെസ് ദാൻ എക്സ്, സെറ്റ് ബിൽഡർ ഫോം. ഇവിടെ നമുക്ക് ഓരോന്ന് നോക്കാം. ഇതിനെന്ത് സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കേളി ബ്രാക്കറ്റ് ഈ സ്ലാഷ് സച്ച് ദാറ്റ് ഈ ഈസ് എ എലമെൻറ്റ് ഓർ മെമ്പർ, എക്സ് സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ 5, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ലെസ് ദാൻ 5. ക്ലിയർ ആയോ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് എന്തൊക്കെയാണ്, തുടക്കത്തിൽ എന്താണ് സെറ്റെന്ന് മനസ്സിലാക്കി, സെറ്റിലുള്ള എലമെൻസിനെ എന്താണെന്ന് മനസ്സിലാക്കി, എങ്ങനെയാണ് സെറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് കണ്ടു. പിന്നെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് കണ്ടു. മെയിനായിട്ട് 3 രീതിയിൽ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഏതൊക്കെയായിരുന്നു, ടാബുലാർ ഫോം, ഡിസ്ക്രിപ്റ്റീവ് ഫോം ആൻഡ് സെറ്റ് ബിൽഡർ ഫോം. താങ്ക് യു.